കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വർഗീയവിരുന്ന സഭയിൽ കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണമാണ്. അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മോട് ദൈവാത്മാവ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതൊക്കെ അനുസരിപ്പാൻ നമുക്ക് നല്ല ഉത്സാഹമുണ്ടാകും, നമുക്ക് സന്തോഷത്തോടെ അത് ചെയ്യുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകും. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല, നീ വാലാകയില്ല, നീ തലയായി മാറും എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ഫലപ്രദമാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്ന് ഈ സന്ദേശം കേൾക്കണം. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്ര സൗഭാഗ്യം സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന് പോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന് പോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ. ആശ്രയമേശുവിൽ എന്നതിനാ ആശ്വാസമെന്നിൽ തന്നതിനാ ഒന്ന് തിമോഥെയോസ് 2:8 നമ്മൾ വായിക്കാം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് എന്ത് ചെയ്യണം? വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കരങ്ങൾ എന്ന് നമ്മുടെ കൈകളെ പറയാൻ കാരണം നമ്മുടെ കൈകൾ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ കൈകൾ രക്തപങ്കിലമാണ്, നമ്മുടെ കൈകൾ പാപക്കറയുള്ളതാണ്. പക്ഷേ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷം കൃപയാൽ നമ്മൾ ചെയ്ത പ്രായശ്ചിത്തം അല്ല, നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തമായിട്ടൊന്നും ചെയ്തില്ല. നമ്മൾ ചെയ്ത തെറ്റിന് യേശു ചെയ്ത പ്രായശ്ചിത്തത്തെ ദൈവം നമുക്കുള്ള പ്രായശ്ചിത്തമായി കണക്കിട്ട് നമ്മുടെ പാപങ്ങൾ മുഴുവൻ കഴുകി. അങ്ങനെയാണ് നമ്മളെ വിശുദ്ധന്മാർ എന്ന് വിളിക്കുന്നത്. കൊരിന്ത് സഭയെ നമ്മൾ പഠിച്ചാൽ വിശ്വാസത്തിൽ വന്ന ശേഷവും ജീവിതത്തിൽ ഒത്തിരി കുറവുകളും വീഴ്ചകളും ഉള്ളവരാ സഭയിലുണ്ടായിരുന്നു. എടുത്തു പറയുന്ന ചില കാണുന്നെങ്കിലും നമ്മുടെ വിചാരം കൊരിന്ത് സഭയിൽ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് മാത്രമേ കുഴപ്പമുള്ളായിരുന്നു, ബാക്കി എല്ലാവരും വിശുദ്ധന്മാരാണ് നമ്മുടെ വിചാരം. വിശുദ്ധനായിട്ട് ദൈവം കണ്ടു. ഒരാൾ അപ്പൻ്റെ ഭാര്യയെ വെച്ചോണ്ടിരുന്നു, അയാൾ പാപിയാ, ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷെ കർത്താവിൻ്റെ നിലവാരമനുസരിച്ച് ഹൃദയത്തിൽ ഒരു സ്ത്രീയെ മോഹിച്ചവനും ആര് തന്നെയാണ്? വ്യഭിചാരി തന്നെ. അപ്പം സഭയിൽ തന്നെ ചിലരിച്ചൊരു വിശുദ്ധി കൂടിയവരാണെന്ന് അവർക്ക് തോന്നാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പരസ്യമായി സഭയ്ക്ക് മാനഹാനി വരുത്തിക്കൊണ്ട് അപ്രകാരം പോകുന്ന ഒരാളെ ശിക്ഷണ നടപടികൾ എടുക്കുന്ന ഒരു രീതി സഭയ്ക്കുണ്ട്. അത് അയാളെ കൊല്ലാനോ തല്ലാനോ അല്ല, ക്രിസ്തുവിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കാതെ ഒരു വിശ്വാസി നാട്ടിൽ ബീഡിയും വലിച്ച് കള്ളും കുടിച്ച് പാപവും ചെയ്ത് നടന്നാൽ അത് സുവിശേഷത്തിന് അപമാനമാണ്, ദൈവനാമത്തെ ദുഷിക്കലാണ്. അത് ചെയ്യരുത്. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നവൻ. അതിന് കപടഭക്തിയെന്നും കള്ളഭക്തിയെന്നുമാണ് വചനം പറയുന്നത്. പുറമേ നോക്കുമ്പോൾ ഞാൻ ഭക്തനാണ്, പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വർഷിപ്പ് വേണമെങ്കിൽ എനിക്ക് നടത്താം, പാസ്റ്ററായിട്ട് എനിക്ക് പ്രസംഗിക്കാം, പക്ഷേ എൻ്റെ പ്രവൃത്തികളാൽ ഞാൻ അവനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായുടെ മറ്റൊരിടത്തിൽ പറയുകയാണ്, ചിലർ ദൈവം ഉണ്ടെന്ന് പറയുകയും തങ്ങളുടെ പ്രവൃത്തികളാൽ അവൻ്റെ ആസ്തിക്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അദൃശ്യനായ ഒരു ദൈവം നമ്മൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മനസാക്ഷി ക്ലിയർ ആയിരിക്കട്ടെ.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ തള്ളിക്കളയുന്നൊരു കർത്താവല്ല. കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് മടങ്ങി വരാനും ആമേൻ മാനസാന്തരപ്പെടാനും വീണ്ടും 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 സമയം തരികയാണ്. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹായുടെ വചനം പറയുമ്പോൾ കർത്താവ് തൻ്റെ വരവ്, തൻ്റെ വാഗ്ദത്തമായ മടങ്ങി വരവ് താമസിപ്പിക്കുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവൻ തൻ്റെ വരവ് ദീർഘിപ്പിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് ഞാനും നിങ്ങളും. ഇപ്പം വിശ്വാസികൾ എന്ത് ചെയ്യണം? അനുദിനം മാനസാന്തരപ്പെടണം. നന്മയും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി മാനസിക ചിന്താഗതി മാറ്റണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെക്കുറിച്ച് എനിക്ക് മാനസാന്തരം ഉണ്ടാകണം. അതിനെ ന്യായീകരിച്ച് പോകുമ്പോൾ ഞാൻ കർത്താവിനെ തള്ളിക്കളയുക. ഒരു കൊച്ചു കുഞ്ഞാണ് എഴുന്നേറ്റൻ്റെ കുറവ് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ച് നമ്മുടെ കെയർ സെല്ലിൽ ശുശ്രൂഷിക്കുന്ന ആൾ നമ്മുടെ ഒരു കുഴപ്പം അറിഞ്ഞുകൊണ്ടായിക്കോട്ടെ ഒരു വചനം പറഞ്ഞു, അതെന്നെ കുത്തിയതാന്ന് പറയാതെ ചെത്തിയതാന്ന് പറഞ്ഞാട്ട്. നമ്മുടെ അയൽവാസിക്കല്ല മാറ്റം വേണ്ടി, പിന്നെ അങ്ങനെ നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് കർത്താവ് വന്നത്. നമുക്ക് സ്വയം ഒന്ന് നോക്കാൻ, ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ. ദൈവത്തിൻ്റെ വചനം അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യും, ഉൾപ്പൂവുകളെ ശോധന ചെയ്യും. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന ഞാനും ലോകത്തിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് സ്കാനിങ് മെഷീനിൽ കയറ്റി വെച്ചിരിക്കുക. എയർപോർട്ടുകളിൽ കാണുന്ന നിങ്ങളുടെ പെട്ടിയും പെട്ടിക്കകത്തുള്ളത് മുഴുവൻ പരിശോധിക്കുന്ന സ്കാനിങ് മെഷീനേക്കാൾ, ഇവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിയിലുള്ള MRI സ്കാനറിനേക്കാൾ വലിയൊരു സ്കാനിങ് മെഷീനകത്ത് എന്നെയും നിങ്ങളെയും കർത്താവ് ഇരുത്തിയിരിക്കുകയാണ്. അതാണ് ദൈവവചനം. അതിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. എബ്രായ ലേഖനം 4:12 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അവനെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, ആർക്കും ഒളിച്ചു വെക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പ്രവചിച്ചവനെ പൊട്ടക്കണത്തിലിടാം, വേണമെങ്കിൽ പ്രവാചകന്മാരെ കല്ലെറിയാം. ഇങ്ങേരുടെ പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം. നമ്മളിങ്ങനെ വായിക്കുന്നു, പൗലോസ് ശ്ലീഹ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഒരു രാജാവിൻ്റെ മുമ്പാകെ സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആളാകെ ഭയന്നുപോയി. നിർത്തണേ പ്രസംഗം, സൗകര്യമുള്ളപ്പം വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് കേട്ടപ്പോൾ ഫേലിക്സ് ഭയപരവിശ്വനായി. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമ്മളിൽ ഒരു ഭയം കൊണ്ടുവരട്ടെ. ചുമ്മാ ഇവിടെ വന്നിരുന്ന് സ്തോത്രം ചെയ്ത് പാടി ചിരിച്ച് സന്തോഷിച്ച് പോവല്ല, നമ്മുടെ ഹൃദയത്തെ തൊടട്ടെ. ഒരിക്കൽ വാക്കായി കേൾക്കുന്ന ഈ ശബ്ദത്തെ രൂപമായി നമ്മൾ കണ്ടവൻ്റെ മുമ്പിൽ നിൽക്കും. ഈ ശബ്ദം ഇരുവായ്ത്തലയുള്ള വാളാകുന്ന ശബ്ദം. അവൻ്റെ കണ്ണിൽ നിന്ന് അഗ്നിജ്വാല പുറപ്പെടുന്നു. അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കും. തെറ്റുകൾ പറ്റി കാണാം, വീഴ്ചകൾ വന്ന് കാണാം, പക്ഷെ അതിൽ ഉരുണ്ട് കളിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ച്. നമ്മുടെ ഹൃദയത്തെ കർത്താവ് ശോധന ചെയ്യുക. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം കഠിനമായി പോകല്ലേ. എത്ര വചനം കേട്ടാൽ വചനം പറയുന്നവനോട് എതിർക്കുന്ന കുത്തി എന്ന് പറയുന്ന ഒരു സ്വഭാവമല്ല, ചെത്തി വെടിപ്പാക്കപ്പെടുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. നമുക്ക് വായിക്കാം എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. കൈകൊടുത്ത് പറ, വചനം കുത്തുന്നതാ ബ്രദറെ സിസ്റ്റർ എന്ന് പറഞ്ഞോട്ടെ. കുത്തിന്ന് മേലാ പറയരുത്. ഇതിൻ്റെ ജോലി തന്നെ എന്താണ്? കുത്താണ്. ദൈവദാസന്മാർ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് വചനത്തിൽ കൂടെ പറയണോ? പറയാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പറയും ദൈവദാസനെ ഓർത്തോണം, ഞാനും ഇതിന് വെളിയിലല്ല, ഞാനും ഈ സ്കാനിങ് മെഷീനകത്ത് തന്നെയാണ്. നമ്മളാരും ശ്രേഷ്ഠരൊന്നുമല്ല. ഞാൻ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായോണ്ടൊന്നുമില്ല, നിങ്ങളെക്കാൾ പരിശുദ്ധനായോണ്ടൊന്നുമല്ല എന്നെ ഇവിടെ നിർത്തിയത്. അതൊരു വിളി മാത്രമാണ്. ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ ഫങ്ഷനുണ്ട്. ഒരാൾ കണ്ണാണെങ്കിൽ, ഒരാൾ ചെവിയാണ്, ഒരാൾ കാലാണ്,
പുതിയ നിയമസഭയിൽ പ്രത്യേക ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നതിനെ എല്ലാവരും ശരീരത്തിൽ ഏത് ഭാഗമാണ് നീ എന്ന് പറഞ്ഞു കൊടുക്കാൻ. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നീയാകുന്ന അവയവം എവിടെയാണ്, എന്താണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓ ഞാനിവിടെ ആരുമല്ല, നോ, എല്ലാവരും എന്തോ ആണ്. നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഫങ്ഷൻ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നു. ഒരിക്കൽ ഫങ്ഷൻ ഇല്ലെന്ന് ചിന്തിച്ചിരുന്ന അപ്പൻഡിക്സ് പോലെയുള്ള ഭാഗങ്ങൾക്ക് പോലും ചില ഗ്രന്ഥികൾ അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന് പിന്നീട് ശാസ്ത്രം കണ്ടുപിടിച്ചു. ദൈവം സൃഷ്ടിച്ച മനുഷ്യ ശരീരത്തിൽ ഫങ്ഷൻ ഇല്ലാത്ത ഒരു അവയവം ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഫങ്ഷൻ ഇല്ലാത്ത അവയവമുണ്ടോ? ഉണ്ടോ? അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് വ്യക്തമായൊരു ഫങ്ഷൻ ഉണ്ട്. കയ്യെ പിടിച്ചിട്ട് മുറുക്കി ഒരു ഞെക്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ ഞായറാഴ്ച പായ വന്നിരുന്നേച്ച് പോകുന്നല്ലെന്ന് പറഞ്ഞാട്ട്. ചുരുണ്ടു പോകാതിരിപ്പാൻ നിന്നെ തന്നെ ഇവിടെ കൊണ്ട് വെക്കുന്നതല്ല നിന്റെ ഫങ്ഷൻ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ നിന്റെ കയ്യിലുണ്ട്. ഇനി കൂടുതൽ ജോലി ഒന്നുമില്ലേ? ആരാന്ന് വെച്ചാൽ പായിടട്ടെ. നോ, ഞാനിവിടെ നേരെ വന്നൊരു പായിടും. സ്വർഗത്തിൽ നിന്റെ മുമ്പിൽ പരവതാനി വിരിക്കവൻ. കർത്താവിൻ്റെ മക്കൾക്കിരിക്കാൻ കീറ്റപ്പായി ഇട്ട് കൊടുത്തവൻ്റെ കാലിൽ ആമേൻ, എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വെച്ച് തന്നെ. ഞാൻ ആദ്യം പ്രസംഗിച്ച സ്വർഗത്തിൽ വെച്ച കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, മോനെ സ്വർഗത്തിൽ വെച്ച് മാത്രമല്ല ഈ ലോകത്തിൽ വെച്ച് ഞാൻ അവൻ്റെ കാലിന് മുമ്പിൽ ചുവന്ന പരവതാനി, റെഡ് കാർപ്പറ്റ് വിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ടില്ലേ? നിശ്ചയമായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കർത്താവായ യേശുവിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ട് പിന്നെ ഒന്നും അവിടെ ശേഷിക്കുന്നില്ല. പൂർണ്ണമായും യേശുവിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. കർത്താവ് വാഗ്ദത്തം ചെയ്ത സകല നന്മകളും സകല അനുഗ്രഹങ്ങളും ധാരാളമായി കർത്താവ് നമ്മുടെ മേൽ പകരും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് മാത്യു, ഇതെൻ്റെ വൈഫ് സീന. ഒരു 4 വർഷത്തോളം എനിക്ക് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. ആർത്രൈറ്റിസ് എന്ന് വെച്ചാൽ എല്ലാ ജോയിൻസിനും ഇൻഫ്ലമേഷൻ ആയിരുന്നു. ആദ്യം നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്, സ്റ്റിഫ്നെസ് ഒക്കെ ഉള്ളായിരുന്നു. അന്നേരമൊക്കെ പോയി ആയുർവേദം ചെയ്തു. ഇവിടെ ദോഹയിൽ പല ഡോക്ടർമാരെ കണ്ടു, പല ക്ലിനിക്കുകളിൽ പോയി. ഇൻഫ്ലമേഷനുള്ള മരുന്ന് കഴിച്ചു, പെയിൻ കില്ലേഴ്സ് കഴിച്ചു, കുറയുന്നില്ല. അങ്ങനെ ഒരു സമയത്ത് വിഷമിച്ച് രാത്രി മുഴുവൻ ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു, കർത്താവേ ഇതിനൊരു അവസാനം ഇല്ലല്ലോ, കഷ്ടപ്പാട് കൂടുന്നതല്ല, കുറയുന്നില്ല, മരുന്നുകൾ ഇനിയും ചെയ്യാനൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ഡോക്ടറിനെ കാണിച്ചു. ഇങ്ങനെ കിടന്ന് എൻ്റെ ജീവിതം തീരുമെന്നൊക്കെ ഉള്ളൊരു ഭയവും ആകെ സങ്കടവും കൊണ്ട് നിരാശപ്പെട്ടിരുന്നു. എൻ്റെ മദറിലോ നാട്ടിൽ നിന്ന് വിളിച്ച് പറയും, തോംസൂട്ടി ബ്രദർ വരുന്നുണ്ട്, പോകണം. പക്ഷേ എനിക്ക് അവിടെ വരെ പോകാനുള്ള ആരോഗ്യം ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മദറിൻലോയോട് നോ പറയാനുള്ള മടിയുണ്ട്. പോകാമെന്ന് പറയും, പക്ഷേ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അവസാനം ഇടയ്ക്കിടയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് ഇച്ചിരി കുറവ് കിട്ടും. മരുന്ന് കഴിച്ചാലൊന്നും കുറവില്ല. മരുന്ന് കഴിച്ചാൽ കുറവില്ലെന്ന് വെച്ചാൽ 4 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ പെയിൻ കില്ലേഴ്സ് തിന്നും, സപ്പോസിറ്ററീസ് യൂസ് ചെയ്യും. പുറത്ത് പോകണമെങ്കിൽ ഒരുപാട് നേരം ചൂടുവെള്ളം ഷവറിൻ്റെ അടിയിൽ ഒന്ന് ദേഹത്ത് വീഴുക. ഒന്ന് കഴിയുമ്പോഴാണ് ശരീരം കുറച്ചൊന്ന് അനങ്ങാൻ പറ്റുന്നത്. പിന്നെ ഞാൻ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മെനക്കെട്ട് അവിടെ പോകണം എന്നുള്ളൊരു വിചാരവും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ മദറിലൂടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി അതിനായിട്ട് ഇൻഫ്ലമേഷനുള്ള സ്പെഷ്യൽ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഈ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പം തോംസൂട്ടി ബ്രദർ പറഞ്ഞു, ഇങ്ങനെ മനസ്സിനധികം സമാധാനം ഇല്ലാതെ എപ്പോഴും വിഷമവും ആദ്യമൊക്കെ ഉള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുറേ പേര് മുന്നോട്ട് പോയി. അതിൽ കൂടെ ആ കൂട്ടത്തിൽ ഞാനും പോയി. അന്നേരം ഞാൻ നോക്കിയപ്പം തോംസൂട്ടി ബ്രദർ ഓരോരുത്തരുടെ തലേ കൈ വെക്കുമ്പോൾ ചിലരൊക്കെ പുറകോട്ട് വീഴുന്നു. അന്നേരം എനിക്ക് പേടിയായി. താഴെ വീണാൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, കൈ കുത്താൻ പറ്റത്തില്ല, കാല് കുത്താൻ പറ്റത്തില്ല. എവിടെയെങ്കിലും പ്രഷർ കൊടുത്താലല്ലേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാ ജോയിൻസിനും ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രഷർ ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. അത് ഞാൻ പതുക്കെ പുറകോട്ട് മാറാൻ തുടങ്ങി. പക്ഷേ എങ്ങനെയോ തോംസൂട്ടി ബ്രദർ അവസാനം ഞാൻ നിൽക്കുന്ന അവിടെ തെത്തി. എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് മുമ്പേ തോംസൂട്ടി ബ്രദർ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് തല കൈവച്ചതും പുറകോട്ട് വീണു. ഉടനെ തന്നെ തോംസൂട്ടി ബ്രദർ എന്നോട് അവിടെ നിന്നവരോടും എന്നെ നോക്കി ചോദിച്ചു, ആർക്കാ ഇവിടെ ആർത്രൈറ്റിസ് ഉള്ളതെന്ന്. അന്നേരം ഞാൻ കൈപൊക്കി. പിന്നെ എല്ലാവരും എന്നെ തോംസൂട്ടി ബ്രദറിൻ്റെ മുന്നോട്ട് പിടിച്ച് നിർത്തി. അന്നേരം പറഞ്ഞു, സഹോദരിയുടെ തല കൈ വെച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, സഹോദരിക്ക് ആർത്രൈറ്റിസ് ഉണ്ടെന്ന്.
സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വിചാരം ദൈവം സ്വർഗത്തിലിരിക്കുമല്ലേ, ഇവിടെ എന്നെ കാണുന്നില്ല, എൻ്റെ വേദന അറിയുന്നില്ല, ഞാൻ ചെയ്യുന്ന തെറ്റുകളും ശരികളും മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് എനിക്കൊരു ഹെവനോ ഹെല്ലോ കിട്ടും, ഇതിൽ കൂടുതൽ എനിക്കൊന്നും അതിനെപ്പറ്റി അറിയത്തില്ല, ഇദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ വീണപ്പോൾ തന്നെ എൻ്റെ മനസ്സിലങ്ങ് ഭയങ്കര ഒരു സന്തോഷം, ഒരു ഹെവിനെസ് പോയി. പക്ഷേ ശരീരത്തിൽ വ്യത്യാസം വന്നോ ഇല്ലയോ എന്ന് ഉടനെ എനിക്ക് അറിയാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻഫ്ലമേഷനുള്ള ഇഞ്ചെക്ഷൻ എടുത്തേക്കുന്നതുകൊണ്ട് അന്നേരം എനിക്ക് ആ നിമിഷം പെയിൻ അറിയത്തില്ല, പിന്നെ ഒന്നും എന്താ വ്യത്യാസമെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ വൈഫിൻ്റെ ഹീലിംഗ് നടക്കുന്ന അതേ പ്രെയർ മീറ്റിങ്ങിൽ വൈഫ് ഫ്രണ്ടിലാണ് നിന്നിരുന്നത്, ഞാൻ ബാക്ക് സൈഡിലാണ് നിന്നിരുന്നത്. അപ്പം തോമസ് കുട്ടി ബ്രദർ ആൾക്കാരോട് മുമ്പിലോട്ട് വരാൻ പറഞ്ഞതും വൈഫ് മുമ്പിൽ പോയതൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ സെയിം ടൈമിൽ ഐ ഹാഡ് ദ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഐ വാസ് ക്രൈങ്. വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി ആയിട്ട് എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലത്തെ രീതിയിൽ ഐ വാസ് ക്രൈങ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. പക്ഷെ അന്ന് വൈകിട്ട് സന്തോഷം കൂടിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ താഴോട്ടും മുകളിലോട്ടും നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാളായിട്ട് പിള്ളേർക്കൊന്നും ഉണ്ടാക്കിയൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ അന്നേരം വെളുപ്പിനെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു കേക്കൊക്കെ ഇട്ട് പിള്ളേർ എഴുന്നേറ്റപ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചു. എനിക്ക് തന്നെ അത് ചിത്രം എന്നെക്കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുന്നു, പക്ഷേ എനിക്കത് സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ റിസ്റ്റേൽ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു, നീർക്കെട്ടായിട്ട്, തോളയിൽ, പിന്നെ ഓരോ നക്കിൾസേലും എല്ലാം നല്ലോണം നീർക്കെട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് ചുരുങ്ങാൻ തുടങ്ങി. അന്ന് വരെ ഇതിൽ കൂടുതൽ കൈ പൊക്കാൻ മേലാത്ത ആൾക്ക് അന്ന് വൈകിട്ടത്തെ ആരാധനയ്ക്ക് മുഴുവനായിട്ട് ഇതുപോലെ കൈ പൊക്കി ആരാധിക്കാൻ പറ്റി. അത് എനിക്ക് ഭയങ്കര, അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര സന്തോഷം. ആ ഭാരമെല്ലാം പൊങ്ങ് പോയി. ഇത്രയും 4 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ടിരുന്ന ആൾ കിടപ്പാകുമ്പം അവർക്കുണ്ടാകുന്ന ആ മാനസിക സംഘർഷമൊക്കെ ഭയങ്കരമാണ്. വൈഫ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അതുപോലെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഒരാളാണ്. ജോലിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഓടി നടന്നിരുന്ന ആൾ പെട്ടെന്ന് വീട്ടിൽ ഒതുങ്ങിക്കൊണ്ടേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വിഷമമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തുടങ്ങി. അത് കഴിഞ്ഞ് ഈ സൗഖ്യം കിട്ടിയെന്ന് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ ഞാൻ ക്ലിനിക്കിൽ പോയി എൻ്റെ ESR ചെക്ക് ചെയ്തു. അതിന് മുമ്പ് എൻ്റെ ഏകദേശം 130 എൻ്റെ ESR കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൗഖ്യം കിട്ടിയെന്ന് തോമസ് കുട്ടി ബ്രദർ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പം അത് 50 സെല്ലായിട്ട് താന്നു. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിൽ പോയി ഫുൾ ചെക്കപ്പ് ചെയ്യാം, ഇനി മരുന്ന് എടുക്കണോ വേണ്ടായോ എന്ന് എന്നിട്ട് ഡിസൈഡ് ചെയ്യാം. എന്താണെങ്കിലും ഞാൻ മരുന്ന് അങ്ങ് നിർത്തി. ഉടനെ തന്നെ നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പം ഡോക്ടർ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് പറഞ്ഞു. അന്ന് നാട്ടിൽ ചെന്ന് പിന്നെ ESR നോക്കിയപ്പോൾ ആ കൗണ്ട് പിന്നെയും താന്ന് 40 സെല്ലായി. എനിക്ക് ഓരോ ദിവസവും വ്യത്യാസം തോന്നി തുടങ്ങി. കൂടുതൽ മൊബൈലായി, കൂടുതൽ അനങ്ങാൻ പറ്റി, നടക്കാൻ പറ്റി. കൈയൊക്കെ ഡിസ്ഫിഗർഡ് ആയിരുന്നു, ഒരു മോതിരോ ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഇതൊക്കെ നോർമലായി. കൈ ഫുള്ളായിട്ട് മടക്കാൻ പറ്റി. പാത്രങ്ങളൊക്കെ കയ്യിലെടുക്കാനും കുറച്ചൊക്കെ കുക്ക് ചെയ്യാനും അങ്ങനെ ഓരോ ദിവസവും ഇമ്പ്രൂവ്മെൻ്റായി. പുറത്തു പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഏതായാലും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ മരുന്ന് എടുക്കേണ്ട ഒരു കാരണവും നിങ്ങളുടെ ബോഡിയിൽ ഇല്ലെന്നും. അതോടെ മരുന്ന് കഴിക്കുന്ന പൂർണ്ണമായിട്ട് നിർത്തി സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഞങ്ങൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒരുപാട് രോഗികൾ എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. ഈ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായി ആ യേശുവിലൊന്ന് ആശ്രയിക്കാം. നിങ്ങളുടെ എല്ലാ വേദനകളെയും അവൻ തൻ്റെ ശരീരത്തിൽ ചുമന്നു. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും നിങ്ങളുടെ രോഗങ്ങളെയും എല്ലാം അവൻ തൻ്റെ മേലെ ഏറ്റെടുത്തു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വാഗ്ദത്തം ചെയ്യുക. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശുവിലൊന്ന് ആശ്രയിക്കാം. ഇന്ന് സന്ധികളിൽ വേദനയാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ട്. കാൽമുട്ടുകളിൽ പ്രത്യേകിച്ച് ഈ ഇടുപ്പല്ലിനൊക്കെ വേദനയായിട്ട് ദൈവാത്മാവ് ഇങ്ങനെ എന്നെ ഒരു കാഴ്ച കാണിക്കുന്നത്, ഇടുപ്പല്ലിൽ അസ്ഥിക്ക് തേയ്മാനം വന്നിട്ട് അസ്ഥിക്കകത്ത് ഇങ്ങനെ ഈ ദ്രവത്വം വന്ന് തുളകൾ വീണ അവസ്ഥയിൽ വളരെ റഫായിട്ടുള്ള അസ്ഥിയുടെ ഭാഗം അത് ബോൾ ആൻഡ് സോക്കറ്റിൽ അത് കടന്ന് അനങ്ങുമ്പോൾ വലിയ വേദന നിങ്ങൾക്കൊന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് എന്നെ കേൾക്കുന്നു. പ്രത്യേകിച്ച്
ഇടിപ്പല്ലിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. അവർക്ക് ഓപ്പറേഷന് ഭയമുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം തരും. അപ്പോൾ തന്നെ ആ അസ്ഥി കേടുവന്നത് മാറി പുതിയതൊരെണ്ണം അവിടെ കർത്താവ് സൃഷ്ടിച്ചു തരും. നിങ്ങളൊന്ന് വിശ്വസിക്കുക, യേശുവിൽ അങ്ങ് ആശ്രയിക്കുക. വളരെ വേദനയാൽ നിലവിളിക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾ വേദന മൂലം കരയുക. അതുപോലെ തന്നെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നു, നട്ടലിന് ഏറ്റവും അടിവശത്ത് വേദനയാൽ ഭാരപ്പെടുന്നു. ഏറ്റവും മറ്റഭാഗം, ഏറ്റവും താഴ്ഭാഗത്ത് വേദനയാണ്. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദനയാണ്. അവർക്ക് വളരെ സഹിക്കാൻ വയ്യാത്ത വേദന. അത് ചികിത്സിച്ചിട്ടും മാറുന്നില്ല. വളരെ പ്രയാസം അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ഒരു ഗ്രോത്തുള്ള അസ്ഥി വളരുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയും എന്നെ കേൾക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കും. ആ ഗ്രോത്ത് അപ്രത്യക്ഷമായി പോവും. അതുപോലെ ശരീരത്തിൽ മുഴകളായിട്ട്, പ്രത്യേകിച്ച് വയറിനുള്ളിൽ മുഴകളായിട്ട് പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു. കുടലിൽ തടിപ്പുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. എൻ്റെ യേശു നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കും. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ സന്ധികളിൽ വേദനയുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ആ ഇടുപ്പല്ലിൻ്റെ വേദന മാറട്ടെ. ആ ദ്രവിച്ച തേയ്മാനം സംഭവിച്ച അസ്ഥികൾ മാറി പുതിയ അസ്ഥികൾ ഈ നിമിഷം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ. സന്ധികൾ, കൈമുട്ടുകൾ, തോൾ വേദന എല്ലാം വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. നട്ടലിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നട്ടലിൻ്റെ മേലുള്ള വേദനകൾ വിട്ടുമാറട്ടെ. നടുവേദന മാറട്ടെ, പെടലി വേദന മാറട്ടെ, നട്ടലിൻ്റെ ഏറ്റവും അടിവശത്തുള്ള വേദന മാറട്ടെ. ആ ബോൺ ഗ്രോത്തിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ അത് അപ്രത്യക്ഷമായി പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ വേദന വിട്ടു മാറുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ. ശ്വാസതടസ്സം വിട്ടു മാറട്ടെ. കർത്താവെ, കണ്ണുകളുടെ കാഴ്ച തകരാറ് മാറിപ്പോകണം. കേൾവി സംബന്ധമായ പ്രയാസം വിട്ടുമാറുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിക്ക് ഉള്ള വ്യക്തികളിൽ നിന്നെ കേൾക്കുന്നു. സംസാരത്തിലുള്ള വിക്ക് ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ദുഷ്ടപിശാചേ, നിനക്ക് ആ മക്കളുടെ മേൽ യാതൊരു അവകാശവുമില്ല. നിൻ്റെ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. കർത്താവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകിയിരിക്കാൻ സ്തോത്രം. കണ്ണുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. ചെവികൾക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ മൂക്കിനകത്തെ പോളിപ്പ് ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകുവാൻ കൽപ്പിക്കുക. ആ തടിപ്പ് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടലിനകത്തെ തടിപ്പ് വിട്ടുമാറട്ടെ. പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. പിതാവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. എല്ലാം എൻ്റെ യേശുവിൻ്റെ നാമമഹത്വത്തിനായി തന്നെ. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞു. ആ സൗഖ്യം ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചറിയിക്കുവാൻ മടിക്കരുത്. ഇപ്പോൾ തന്നെ ഫോണുകൾ എടുത്ത് നിങ്ങൾക്ക് കിട്ടിയ സൗഖ്യം ഞങ്ങളെ വിളിച്ചു പറയണം. യേശുവിൽ ആശ്രയിക്കുക, ദൈവവചനം അനുസരിക്കുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിയിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ സാധിക്കുവാൻ യേശു നിങ്ങളെ സഹായിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. നാളെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.